എൻ്റെ പൂച്ചകളുമായുള്ള 60 വർഷക്കാലത്തിനോളം സഹജീവിതത്തിന് ആകസ്മികമായി ഒരു വിരാമം സംഭവിച്ചിരിക്കുന്നു. അത് വിധിയുടെ ഭാഗം ആയിരിക്കാം. എന്നിരുന്നാലും അവയെ ആവോളം സ്നേഹിച്ച് കൊതി തീർന്നു എന്ന് ചോദിച്ചാൽ കൊതി തീർന്നില്ല എന്നാണ് പറയും. കാരണം മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് അങ്ങനെയാണ്. ഒരു 60 വർഷക്കാലം മുൻപ് ഒരു പൊടിക്കുഞ്ഞായി മുമ്പിൽ വന്ന് ഇതിനെ മുൻപരിചയപോലെ എൻ്റെ അടുത്ത് വന്നു. അതിനെ എടുത്ത് 10 മൈലോളം ദൂരമുള്ള എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വളർത്തി. അവിടെ സന്തതി പരമ്പരകൾ പിന്നെ വന്നു കൂടിയോ പോയോ അങ്ങനെ ഒരു ബൃഹത്തായ സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ എൻ്റെ ജീവിത സഞ്ചാരപഥങ്ങളും വയനാട്, എറണാകുളം, മൂന്നാർ, കോഴിക്കോട്, ബാംഗ്ലൂർ, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെല്ലുമ്പോഴും എന്നെ മുൻപരിചയം പോലെ കാത്തിരിക്കുന്നത് ഓരോരുത്തർക്ക് വരാറുണ്ടായിരുന്നു. അതിനൊന്നൊരു അർത്ഥം വ്യാപ്തി ആദ്യം കണ്ടെത്തിയില്ലെങ്കിലും ചില ആത്മബലങ്ങളുണ്ട് എന്ന് ഒരു ശാസ്ത്രവിശ്വാസിയായ എനിക്ക് അനുമാനിക്കേണ്ടി വന്നു. വാസ്തു, ജ്യോതിഷ, സംഖ്യാജ്യോതിഷ മേഖലകളിൽ പാരമ്പര്യമുള്ള ഒരു പെരുന്തച്ചൻ കുടുംബാംഗം കൂടിയ എനിക്ക് ആ പൂച്ചകളുടെ സ്നേഹവും അവരുടെ പെരുമാറ്റ രീതികളും ശൈലികളും എല്ലാം ചില അനുഭവപാഠങ്ങളായിരുന്നു. അങ്ങനെ എല്ലായിടത്തും പോലെ ഏകദേശം ഒരു ജീവിത അന്ത്യകാലഘട്ടം എന്ന് പറയാം. വയനാട്ടിലെ ഒരു ഗ്രാമമേഖലയിൽ വന്ന് കൊറോണക്കാലം വന്നു. അപ്പോഴും ഇവരുമായിട്ട് കഴിയേണ്ടി വന്നു. പക്ഷേ ഇതുവരെ ഇല്ലാത്ത ചില ദുരന്തങ്ങൾ എൻ്റെ പൂച്ചകുഞ്ഞുങ്ങൾ നേരിടേണ്ടി വന്നു. ആകസ്മികമായ മരണം, അത് വൻ വേദനയോട് കൂടിയിട്ടാണ് ഒരുതിൻ്റെ അന്ത്യം. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടി പൂച്ചകളുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ലോക നിലവാരത്തിൽ 10,000-കണക്കിന് ഉള്ള സുഹൃബന്ധം. അപ്പം അതിൻ്റെ ശാഖോപശാഖമായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഗ്രൂപ്പുള്ളത്, അംഗസംഖ്യയുള്ളത് പൂച്ചകളെ സ്നേഹിക്കുന്നവരുടെ മാത്രമാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെ സുഖദുഃഖ സന്ധിഗ്ധമായ ഈ സഞ്ചാരത്തിനിടയിൽ 2 ആഴ്ച മുമ്പ് എനിക്ക് ആകസ്മികമായി ഒരു വീഴ്ച സംഭവിക്കുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. എന്നെ ആശ്രയിച്ച് നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കാനോ ചെയ്യാനോ കഴിയാത്ത ഒരു നിർജീവാവസ്ഥ. ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഇവര് അന്നം തേടി പലയാവുക, കുട്ടിയെ വയറും കുഞ്ഞുങ്ങളും ഒക്കെയായി എൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വരും. പക്ഷേ പണ്ടത്തെ പോലെ ഞാൻ വരുന്ന പൊതിച്ചോറോ ഒന്നും കാത്തു വരുന്നില്ല. കാരണം എൻ്റെ കൈ ഒന്നും ധരിക്കില്ല എന്ന് അറിയാം. അതുപോലെ പൂച്ചകളുടെ എൻ്റെ അന്വേഷണ പരമ്പരകളിൽ കേരളത്തിൽ തന്നെ നമ്മുടെ അന്തരിച്ച നടൻ നരേന്ദ്ര പ്രസാദ് സാറ് എനിക്ക് വലിയൊരു അറിവ് പങ്കുവച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞ്, അയ്യ നമ്മളോടൊപ്പം ജീവിച്ചു തീരാത്തവർ പൂച്ചകളായി വരും.